ഇന്നത്തെ എത്ര 2800 കേട്ടാ. ശരി. 2800 രൂപയെ കളർ റീഡിങ് ആയിരിക്കുള്ളൂ. ഇതിന് മാത്രം വെള്ളം ആരും ഉപയോഗിക്കണേ? ഇതേ വെള്ളത്തിന്റെ ബില്ല് വന്നേക്കണം. 2800 രൂപയാണ്. അതിപ്പോ തന്നെ അടച്ചേക്കാം. ഗൂഗിൾ പേയിൽ അടയ്ക്കാലോ. എന്തിന്? അല്ല പൈസ ഉണ്ട് അടച്ചേക്കാത്. നമ്മളിപ്പോ അടച്ചാലേ എപ്പോഴും നമ്മൾ അടക്കേണ്ടി വരും. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വലിയേട്ടനല്ലേ, വലിയേട്ടൻ തന്നെ അടച്ചാ മതി. എന്റെ മുന്നച്ചു ഇത് 2800 രൂപയല്ലുള്ളൂ. ഇത് ഞാൻ അടച്ചോളാ. ചേട്ടന് പറഞ്ഞ മനസ്സിലാവണില്ലേ? ചേട്ടൻ അടക്കണ്ട, വലിയേട്ടൻ എല്ലാ കാര്യങ്ങളും ചെയ്യണത് വലിയേട്ടൻ തന്നെ ചെയ്താ മതി. അല്ല എനിക്ക് അടയ്ക്കണം നിർബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നീ വിചാരിച്ചാലാ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കാത്ത ഒരാളാണെന്ന്, അതുകൊണ്ട് പറഞ്ഞാണ്. എനിക്കും വലിയ താല്പര്യമൊന്നും ഇല്ല അടയ്ക്കാനായിട്ട്. ഞാനങ്ങനെ വിചാരിക്കും തോന്നണണ്ട. എനിക്ക് ഒരു കുഴപ്പമില്ല. ചേട്ടൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലേ ഒരു പ്രശ്നവുമില്ല. ഇവിടെ നന്നായിട്ട് വലിയേട്ടൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതെ, ഇത് കൊണ്ട് വലിയേട്ടനെ കൊണ്ട് കൊടുത്തേ. എന്നാ കൊണ്ട് കൊടുക്കാം. അത് മതി. ഒന്നും വിചാരിക്കൂലെന്നേ. നമുക്ക് കൊടുക്കാം. അതേടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാനേ വലിയേട്ടൻ ചെയ്യട്ടെ. ചേട്ടനൊന്നും ഇടപെടാൻ നിൽക്കണ്ട ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും. നമുക്ക് പൈസ സേവ് ചെയ്യാല. അത് ശരിയാണ്. ഇനി തൊട്ട് അങ്ങനെ ചെയ്യാലേ. മതിന്നേ, നീ പറയുന്ന പോലെ കേൾക്കുള്ളൂ. മതി. പിന്നെ വലിയേട്ടനെ വിളിക്കേ. ചേട്ടന്റെ ബാഗൊക്കെ ഞാൻ എടുത്ത് വെക്കട്ടെ കേട്ടാ. നിന്നെ പോലത്തെ ഒരു ഭാര്യനെ കിട്ടുന്നതാണ് എന്റെ ഭാഗ്യം. ഓടുന്നു. ചേട്ടാ ചേട്ടാ. എന്താടാ, എന്താ വിളിച്ചേ? ഇല്ലേട്ടാ, അതെ വെള്ളത്തിന്റെ ബില്ല് വന്നിട്ടുണ്ടായിരുന്നേ. വെള്ളത്തിന്റെ ബില്ല് വന്നാ? ഞാൻ ഇന്നലെ കൂടി വിചാരിച്ചുള്ളൂ വെള്ളത്തിന്റെ ബില്ല് വന്നില്ല. അത് കുഴപ്പമില്ല, ഇന്ന് എനിക്ക് പണിയേ 6 റൂട്ടാണ് പോണൊക്കെ. ഞാൻ അടച്ചോളാം. അല്ല നിനക്കിത് പോണ്ടേ? പോരായിട്ടാ. റെഡിയാവും. ചായ കുടിച്ചാ? കുടിച്ചേട്ടാ. ശരി ശരി. 2800 അല്ലേ? എന്താണ് ഏട്ടാ ദീപു ഒന്ന് വിളിക്കുന്നുണ്ടായിരുന്നത്? അതെ, വെള്ളത്തിന്റെ ബില്ല് വന്നേ, അപ്പൊ അത് തരാൻ വേണ്ടി വിളിച്ചാണ് അവൻ. എത്രയുണ്ട്? 2800. 2800. അല്ല, ഈ ബില്ല് അവൻ അടച്ചൂടെ? ഇപ്പൊ കല്യാണവും കഴിഞ്ഞ് നല്ല ജോലിയും ആയി ഇത്ര ഉത്തരവാദിത്തങ്ങളൊക്കെ വരണ്ടേ? അപ്പൊ ഇത് അവനോട് തന്നെ അടയ്ക്കാൻ പറയാറുന്നില്ലേ? എന്തിനാണ്? ഇവിടുത്തെ വെള്ളത്തിന്റെ ബില്ലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം ഞാനാണ്. അത് അവനറിയാം. അതുകൊണ്ടാണ് അവൻ ആ ബില്ല് എന്റെ അടുത്ത് തന്നത്. അതിനിപ്പോ എന്താണ്, അവൻ അടച്ചിരുന്നൊരു കുഴപ്പമില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് ഇങ്ങനെ നിന്നോട്ടാ. അവനെന്തോ ഇള്ളപ്പുള്ളി എന്നാണ് വിചാരം. അവനിപ്പേ വലിയ കൊച്ചായി, കല്യാണവും കഴിഞ്ഞ് ഇപ്പതേ നല്ല വരുമാനമുള്ള ജോലിയായി. ഇനിയെങ്കിലും അവൻ സ്വന്തം കാലിൽ നിൽക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു കൊടുക്കല്ലേ. നീ എന്താണ് ഈ പറയണത്? എനിക്കിതൊരു ബുദ്ധിമുട്ടൊന്നുമല്ല. പിന്നെ അവൻ എത്ര വളർന്ന് വലുതായാലും അവൻ എനിക്ക് കുഞ്ഞു തന്നെയാണ്. അച്ഛൻ മരിച്ചതിന് ശേഷമേ ഞാനാണ് അവനെ വളർത്തി വലുതാക്കി. അവിടെ നീ അങ്ങനെ ഒന്നും കണക്കൊന്നും പറയാൻ നിൽക്കണ്ടാ. എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യണേന്. വെറുതെ ചെയ്തോ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണേനാണ് ബുദ്ധിമുട്ട്. എനിക്ക് മക്കൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനിയന് വേണ്ടി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനിയെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ. അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവന് ജോലിയുമായി എല്ലാമായി നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാം. വേറൊരു വീട് മേടിക്കാം. വേറൊരു വീട് മേടിക്കാന്നാ? എന്താ ആവശ്യം? അപ്പൊ അവനും ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കാനാ? അവൻ ഞാൻ സമ്മതിക്കൊന്നുമില്ല. അവനിപ്പോ കുടുംബമില്ലേ? എന്ത് കുടുംബമായി എന്ന് പറഞ്ഞാലും ഇപ്പൊ അവന് എന്നെ പിരിഞ്ഞിക്കാനോ എനിക്ക് അവനെ പിരിഞ്ഞിക്കാനോ പറ്റൂല. അവിടെ നീ മേലായി ഞാൻ ഒരു കാര്യം എന്റെ അടുത്ത് പറയാൻ നിൽക്കലേട്ടാ. അനിയന് വേണ്ടി ഇങ്ങനെ ജീവിച്ചോ? ഇവക്ക് ഇങ്ങനെ പറഞ്ഞാ മതി. ഒറ്റ മോളാണല്ല, കൂടപ്പറപ്പുണ്ടെങ്കിൽ അതിന്റെ വില അറിയുള്ളൂ. 2800 അല്ലേ? ഞാൻ അടച്ചോളാം. ചേച്ചി എന്തോരം വെളിച്ചെണ്ണയാണ് ഒഴിക്കണത്? ഇപ്പൊ വെളിച്ചെണ്ണക്കൊക്കെ എന്താ വിലയെന്നറിയോ? ഞാൻ ഈ കറിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. കറി വെക്കണം മുമ്പ് ഒഴിച്ച്, ഇപ്പൊ കറി വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ വില ഒഴിക്കണത്. അല്ല, ഇവിടെ എപ്പോഴും കറി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിക്കാറൊക്കെ ഉണ്ടല്ലോ. ഇതേ ദീപ് ചേട്ട വാങ്ങിച്ചോണ്ട് വന്നാണേ. ഓ, അതായിരിക്കും. ആദ്യമായിട്ട് വീട്ടിലേക്ക് അവൻ ഒരു ഇത്തിരിക്കോളം വെളിച്ചെണ്ണ മേടിച്ചോണ്ടും വന്ന്. അതിനാണ് ഈ കണക്ക് പറയണത്. അപ്പൊ എന്റെ ചേട്ടനല്ലേ ഈ വീട്ടിലേക്ക് കൊണ്ട് എല്ലാ സാധനങ്ങളും മേടിക്കണത്. അതിന് ഞാൻ ഇതുവരെ കണക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കണക്ക് പറഞ്ഞോന്നല്ല, കുറേശ്ശെ ഒഴിക്കാൻ മാത്രം പറഞ്ഞോളൂ. അത് കണക്കായിടുന്നത് എന്റെ കുഴപ്പമൊന്നുമല്ല. അവനവന് മേടിക്കുമ്പോ ഇത്തിരി പൊള്ളും തൊടുമ്പോ. ബാക്കിയുള്ളവര് മേടിക്കുമ്പോ അതെന്തോരം ഉപയോഗിക്കണതിന് ഒരു വിലയില്ല. എന്നാണ് വെള്ളത്തിന്റെ ബില്ല് 2800 രൂപ വന്നിട്ട് അതുപോലും അടയ്ക്കാൻ പറ്റാതെ എന്റെ ചേട്ടന്റെ അടുത്തോണ്ട് കൊടുത്ത ടീമാണ് ഒരു ഇത്തിരി കുളം വെളിച്ചെണ്ണ ഒഴിച്ചതിന് കണക്ക് പറയണത്. പിന്നെ വെള്ളത്തിന്റെ കിടക്കാൻ പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് എപ്പോഴും വലിയേട്ടനല്ലേ ചെയ്യണത്.
പിന്നെ വലിയേട്ടന് വല്ല ബുദ്ധിമുട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണ് വലിയേട്ടന് പോയി കൊടുത്തത്. അല്ലാണ്ട് അടക്കാൻ കഴിവൊന്നും ഇല്ലാന്നൊന്നും പറയുന്നു വേണ്ടട്ടാ. വലിയേട്ടന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു കുടുംബം പകുതി ചെലവ് എല്ലാവർക്കും നോക്കാം. ഒരാളുടെ തലയിൽ തന്നെ അത് കെട്ടി വെക്കണത് അത്ര നല്ല കാര്യമൊന്നുമില്ല. അതെ എന്റെ വെളിച്ചെണ്ണ ഞാനിട്ട് തൊടണൂല്ല. വേണ്ട. കൊച്ചമ്മക്ക് ഇഷ്ടമായില്ല. ഓ 1/2 കിലോ വെളിച്ചെണ്ണ മേടിച്ചതാണ്, മുഴുവൻ തീർത്തു. ദീപ്ചേട്ടൻ എന്തോരം പൈസക്ക് മേടിച്ചതാണ്. ഇതെന്തായാലും ഇവിടെ വെക്കണ്ട, മുറി കൊണ്ട് വെക്കാം, അതാ നല്ലത്. ഇവിടെ കൊണ്ടുവെക്കാം നല്ലത്. നീ ഇതെന്നാ വെളിച്ചെണ്ണ കുപ്പിയായിട്ട് റൂമിലേക്ക് വന്നത്? ചേട്ടൻ അന്ന് മേടിച്ചില്ലേ 1/2 കിലോ വെളിച്ചെണ്ണ, അത് ചേട്ടത് ഇത്ര നോക്കി. ഞാൻ ചെല്ലുമ്പോഴേ കറിയിൽ ആദ്യം ഒഴിച്ചതാണ്, അത് കഴിഞ്ഞ അവസാനം വീണ്ടും ഒഴിക്കുന്നു. അതൊന്ന് ഞാൻ ചോദിക്കാൻ ചെയ്യും, എന്തിനാണ് ഈ ചിത്രം ഒഴിക്കണേ, കുറേശ്ശെ ഒഴിച്ചാ പോരെ എന്ന് ഞാൻ വെറുതെ സമാധാനത്തോട് ചോദിച്ചു. ഇഷ്ടപ്പെട്ടില്ല. എന്നോട് പോരെടുത്ത് നിങ്ങൾ ഒരു കാര്യം ഇവിടെ ചെയ്യണില്ലല്ല, എല്ലാരും വലിയേട്ടനല്ലേ ചെയ്യണത്, ഇപ്പൊ ഒരു വെളിച്ചെണ്ണ മേടിച്ചു കഴിഞ്ഞാണ് നീ ഇത്ര പറയണേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഒച്ചപ്പാടായിരുന്നു അവിടെ. ചേട്ടത്തി അങ്ങനെ ചോദിച്ചാ? ചേട്ടന്റെ മുന്നിൽ പാവമായിരിക്കും, ചേട്ടൻ മാറി കഴിഞ്ഞാൽ എന്നോട് പോരെടുക്കണേന്ന്. പിന്നെ നമ്മളന്ന് വെള്ളത്തിന്റെ കാശ് അടച്ചില്ലല്ല, അതും പറഞ്ഞി നീ അടച്ചില്ലല്ലോ, എല്ലാരും ചേട്ടനെ കൊണ്ട് കൊടുത്തല്ല എന്നൊക്കെ പറഞ്ഞി. അത് വല്ലതും അറിയണുണ്ടോ ചേട്ടൻ? എന്താണ് ആ പെണ്ണുമ്പോൾ എന്നോട് കാണിക്കണത്? ഞാനൊന്നും പറയാത്തതാണ്. ഇനിയിപ്പോ പിന്നെ ഒന്നും കൂടി പറഞ്ഞു, എന്താണെന്നറിയോ, ഇനി നിങ്ങളുടെ വെളിച്ചെണ്ണ വേണ്ട. പിന്നെ ഞാൻ വിചാരിച്ച എന്തിനാണ് അവിടെ ഇരിക്കണേന്ന്, നമുക്ക് കുളിക്കാൻ എടുക്കാല, ഞാനും അവിടെ കൊണ്ടുവന്ന്. അതാ നല്ലത്, അങ്ങനെ വിട്ടാ പറ്റുമൊന്നുമില്ലല്ലോ. 1/2 കിലോ വെളിച്ചെണ്ണയാണ് ദേ ഇത്ര നോക്കി. എന്താണല്ലേ, ഭയങ്കര സാധനമാണ്. ഇനി ഇതിപ്പോ എവിടെ വെക്കും? അവിടെ വെക്കാം. ചേട്ടനോട് എന്തെടുക്കണ്? ദേ ആ മാവിന്റെ കൊമ്പിറക്കിയതെല്ലാം ഉണങ്ങി, ഇത് ഓടിച്ചു വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കത്തിക്കാൻ എടുത്തൂടെ? ഇങ്ങനെ വീടെന്നുള്ള വിചാരോട്ട് ഇങ്ങനെ നടന്നോ? ഇന്നിപ്പോ അടുക്കളയിൽ എന്താണ് സംഭവിച്ചെന്നറിയോ? അടുക്കളയിൽ സംഭവിച്ചു, ദീപ് ഈ 2 ദിവസം മുമ്പ് ഇത്തിരിക്കോളം വെളിച്ചെണ്ണ മേടിച്ചോണ്ട് വന്ന്. അത് മേടിക്കൂലായിരുന്നു, ഞാൻ ചേട്ടൻ്റെ അടുത്ത് വൈകുന്നേരം കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല. അവക്ക് എന്താ മുട്ട ഇറക്കേണ്ട ആവശ്യം വന്ന്, അതുകൊണ്ട് അവൾ അപ്പം തന്നെ അവനെയും കൊണ്ട് ഇത്തിരിക്കോളം 1/2 കിലോ വെളിച്ചെണ്ണ എന്തോ മേടിച്ചോണ്ട് വന്ന്. ആ വെളിച്ചെണ്ണ ഞാനിപ്പോ എടുത്ത് ഇത്തിരിക്കോളം കറിയിലൊഴിച്ച്. അതിനാണ് അവളവിടെ ഒന്ന് പറഞ്ഞേ, അയ്യോ എന്റെ വേട്ടം കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ്, സൂക്ഷിച്ചു ഉപയോഗിക്കാൻ. അവൾ അങ്ങനത്തെ വർത്താനം പറയണ ശരിയാണോ? ഈ കുടുംബത്തിലെ എല്ലാ കാര്യവും ചെയ്യണത് നമ്മളല്ലേ. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് കണക്ക് പറയാറുണ്ടാ? എന്നിട്ട് അവൾ ഒരു 1/2 കിലോ വെളിച്ചെണ്ണ മേടിച്ചൊന്നും വന്നോണ്ടും അതിന് അവള് കണക്ക് പറഞ്ഞേക്കണാണ്. ആ കാണിച്ചത് ശരിയാണോ? എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്ന്. ഞാനുള്ളതൊക്കെ പറഞ്ഞ് ഇന്നാള് കറണ്ട് ബില്ല് വന്ന് അതടച്ചില്ല, വെള്ളത്തിന്റെ ബില്ല് വന്ന് അതടച്ചില്ല, എല്ലാം ചേട്ടൻ്റെ അടുത്തെല്ലാം ഉണ്ട് നല്ലത്. അവനിപ്പോ കല്യാണം കഴിഞ്ഞ് നല്ല ജോലിയുമായി അവനോടുത്ത കാര്യങ്ങൾ ചെയ്യല. അതൊന്നും പറഞ്ഞതേ കൊച്ചമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ പൊന്നു ബിന്ദു, നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കണത്? അവര് പിള്ളേരല്ലേ, അവരങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അത് മനസ്സിൽ വെച്ച് നടക്കണ ചെയ്യേണ്ടത്. അത് വിട്ട് കളാത് വെറുതെ പിള്ളേരെ പോലെ. അവള് മേടിച്ച വെളിച്ചെണ്ണ ഇനി അടുക്കളയിൽ ഞാൻ ഉപയോഗിക്കൂല. നിങ്ങൾ ഇവിടെ പരസ്പരം തല്ലുടിക്കാൻ നോക്കണതിന് നീ അവിടെ അനിയത്തിനെ പോലെ കാണ്, സ്വന്തം മോളെ പോലെ കാണ്. ഞാൻ കാണുന്ന അങ്ങനെയാണ്. അപ്പൊ നിനക്ക് ഇത് വലിയ തെറ്റായിട്ടൊന്നും തോന്നൂല. ഞാനേ അവളെ എന്റെ സ്വന്തം അനിയത്തിനെ പോലെ തന്നെയാണ് കണ്ടത്. പക്ഷെ അവളല്ലേ തിരിച്ചങ്ങനെ കാണാത്തത്. അവള് കണ്ടേക്കണത് നമ്മൾ ഈ വീട്ടില് വലിഞ്ഞേറി വന്ന പോലെയാണ് അവള് കണ്ടേക്കണത്. ഒരു ഇത്തിരിക്കോളം വെളിച്ചെണ്ണ എടുത്തന്നെയാണ്, അതും നമുക്ക് വേണ്ടിയല്ല എല്ലാവർക്കും കൂടി ഉണ്ടാക്കാനുള്ള കറിയിലല്ലേ ഒരു ഇത്തിരിക്കോളം വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു. പോട്ടെ വിടത്. ഇനി അതും പറഞ്ഞ ഒരു പ്രശ്നം വേണ്ട. ഇതും പറഞ്ഞ അവളോട് മോന്തേറ്റ് നടക്കാൻ നിൽക്കരേട്ടാ. കേട്ടാ പറഞ്ഞ മനസ്സിലായ? പഴയ പോലെ ഞാൻ പെരുമാറിക്കൊള്ളണം. ചെല്ലെന്നാ, വെളിച്ചെണ്ണല്ലേ, ഞാൻ വരുമ്പോ മേടിച്ചിട്ടുണ്ടരാ. ഓ വാങ്ങിക്കാം. ഇല്ലേട്ടാ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. ഓക്കെ, അത് വാങ്ങിച്ച് ഒരു സിനിമക്കൊക്കെ പോയിട്ട് വരാന്ന് വിചാരിച്ചു. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാൻ നിൽക്കണായിരുന്നു. നമ്മളെ ശശിമാമന്റെ മോളുടെ കല്യാണം നീ വലിയ ഞായറാഴ്ച. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം. കാരണം മാമൻ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അച്ഛനമ്മയും മരിച്ചതിന് ശേഷം എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ കല്യാണത്തിനും തന്നിട്ടുണ്ട്. അതുപോലെ നിന്റെ കല്യാണത്തിനും വേണ്ട രീതിയിൽ മാമ തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അറിയാലോ അവരുടെ അവസ്ഥ ഇത്തിരി മോശമാണ്. അപ്പൊ നമ്മ എന്തെങ്കിലും കണ്ടറിഞ്ഞ് ചെയ്യണം. ഇപ്പൊ ഞാൻ കൂട്ടിയാൽ കൂടൂല, കുറച്ച് പൈസ എന്തെങ്കിലും ഉണ്ട്. ബാക്കി കുറച്ച് പൈസ നീ പറയുന്നുണ്ടെങ്കിലേ നമുക്ക് സ്വർണ്ണം എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. അത് വേണ്ടെന്താ ചെയ്യാട്ടോ നമുക്ക്.
അല്ല, പൈസ ഇല്ലേട്ടാ. അതെ, പൈസ ഉണ്ടായിരുന്നതേ അച്ഛന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന് ബിസിനസ് ചെയ്യണോന്ന് പറഞ്ഞായിരുന്നു. മറന്നുപോയാ ചേട്ടൻ? നമ്മളൊന്ന് കൊടുത്തില്ലേ ബിസിനസ് ചെയ്യാൻ? പൈസ ഇല്ലായിരുന്നു, അതാണ്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തരൂലേ? ചേട്ടനൊരു പണി, ഞാൻ ആരെങ്കിലും കടം വാങ്ങിച്ചു കടമൊന്നും മേടിക്കണ്ട. നീ പറഞ്ഞ ആരത് കടമൊന്നും മേടിക്കാൻ നിൽക്കണ്ട. അത് ഞാൻ ഇവിടെ നിങ്ങളുടെ ഞാൻ മേടിച്ചോളാം. നീ ആരത് മേടിക്കാൻ നിൽക്കൊന്നും വേണ്ട. ഇപ്പൊ ഞാൻ ചോദിച്ചെന്നുള്ളൂ, എന്റെ അടുത്ത് പൈസക്ക് ഒരു വന്നപ്പോ ഞാൻ ചോദിച്ചെന്നുള്ളൂ. അതോർത്ത് ആരോടും മേടിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പൊക്കോ. അത് ഞാൻ മേടിച്ച് ചെയ്തോളാം. ചേട്ടൻ ചെയ്യുമെന്ന് എനിക്കറിയാം. ശരി. നിനക്ക് എന്തിന്റെ പ്രാന്താണ്? ചേട്ടനെ പറഞ്ഞപ്പോ കടം മേടിച്ചാലും കൊടുക്കാന്ന് പറഞ്ഞത്. എടി, അതൊക്കെ എന്റെ ഒരു നമ്പറല്ലേ. ചേട്ടൻ എന്നെ കൊണ്ട് കടം മേടിപ്പിക്കില്ല, അതെനിക്ക് നല്ലോണം അറിയാം. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ഓ, നിങ്ങോട്ടൊരു ബുദ്ധി. അങ്ങനെ പറഞ്ഞപ്പോ എന്റെ നെഞ്ചാളിപ്പോയി. അതല്ലടി, ചേട്ടൻ ടൈറ്റ് ആണെന്നല്ലേ പറഞ്ഞേ. എന്തെങ്കിലും നമ്മൾ അറിയില്ല കൊടുക്കണോ? എന്റെ വായിരിക്കണ കേക്കോട്ടാ. നിങ്ങൾ തന്നെ. ഓ, എനിക്ക് ഡ്രസ്സ് എടുക്കണം, ഫുഡ് കഴിക്കണം, സിനിമ കാണണം. ഓ, സമയം പോണുവാ. എന്ത് പറഞ്ഞ ഞാൻ? ഓ, അവന്റെ അടുത്ത് പൈസ ഇല്ലടി. അവന്റെ അടുത്ത് ഉണ്ടായിരുന്ന പൈസയെ അവളുടെ അച്ഛൻ മേടിക്കുന്നുണ്ട് ബിസിനസിന്റെ ആവശ്യമായിട്ട്. അല്ലെങ്കിൽ അവൻ തന്നാനെ. ചേട്ടൻ അത് വിശ്വസിച്ച? അവളുടെ അച്ഛൻ്റെ പൈസ കാലത്ത് എന്ത് ബിസിനസ് ചെയ്യാനാണ്? അയാൾ ഒരു ബിസിനസ്സും ചെയ്യണില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയൂലേ? ഏയ്, അവൻ നോണൊന്നും പറഞ്ഞല്ല. അങ്ങനെയാണെങ്കിൽ അവൻ പറഞ്ഞല്ല പൈസ വേണമെങ്കിൽ കടം മേടിച്ചു തരാന്ന്. എന്നിട്ട് അപ്പൊ പറയാറില്ലേ കടം മേടിച്ചു തരാൻ? അവനെ കൂടെ കടം മേടിപ്പിക്കാൻ എന്താണ്? അവനല്ല ജോലിയില്ലേ, മാസം മാസം അടക്കട്ടെ. നീ പോയെന്ന്. അവനെ കൊണ്ട് ആരും കടം മേടിപ്പിക്കാൻ ആവശ്യമൊന്നുമില്ല. വെറുതെ ഓരോ പ്രശ്നങ്ങളോട് വിടാണ്ട്. അത് കുഴപ്പമില്ല. അതെങ്ങനെയാ നമുക്ക് ചെയ്യാം. അവരെ തരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതാണ്. അച്ഛന്റെ ബിസിനസ് കടം മേടിച്ചു തരാ, ചേട്ടനോട് കടം മേടിച്ചു തരാന്ന് പറഞ്ഞാല് ചേട്ടൻ എന്തായാലും സമ്മതിക്കൂലെന്ന് അവന് നല്ലോണം അറിയാം. അവനത് മുതലെടുത്തതാണ്. ഇതൊന്നും മനസ്സിലാവാത്ത ഒരു മണ്ടനായി പോയല്ല. നീ പോകുന്നു, അതിപ്പോ കുഴപ്പമില്ല. നമുക്കത് ചെയ്താ പോരെ. അവനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഇനിയിപ്പോ എങ്ങനെ ചെയ്യും? അത് നേര് വള തന്നു കഴിഞ്ഞാ അനിയനെ പഠിപ്പിച്ചതേ താലിമാലിപ്പതേ 1.5 പവനായി. ഇനിയിപ്പതേ ഈ വളയും വേണം. ഞാൻ ആകെ ഇതേ ഉള്ളൂ. വീട്ടിൽ നിന്ന് വന്നപ്പോഴേ 6 വള ഉണ്ടായിരുന്നു എന്റെ കയ്യില്. ഓരോ തവണ പോയി ദേ നീ ഒരെണ്ണം കൂടി ഉണ്ട്. പിന്തു അതൊക്കെ നടക്കും. ഇത് പിന്നെ അവനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. നടക്കും. വളയൊക്കെ നമുക്ക് മേടിക്കാം. ഈ വീട്ടിലല്ലേ ചേട്ടാ? നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു പുതിയ വീട്ടിലേക്ക് മാറാം. ഒരു വാടക വീടായാലും മതി. നമുക്ക് സന്തോഷമായിട്ട് അവിടെ ജീവിക്കാലോ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, പിടിച്ചേ നിന്റെ വളയം വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് അവനെ വിട്ട് പോകാൻ പറ്റില്ലെന്ന് അറിയാലോ. അവൻ എന്നെയും പിരിച്ചിരിക്കാൻ പറ്റൂല. അതുകൊണ്ടല്ലേ നീ ഓരോ കാര്യം പറയുമ്പോ ഞാൻ പറയണത്. നീ പിന്നെയും പറയുന്നത് എന്തിനാണ്? ഒരു ദിവസമേ ഈ അനിയനെ ആട്ടി ഓടിക്കും ചേട്ടന. അപ്പൊ മനസ്സിലാക്കും ഞാൻ പറയുന്നത് വില എന്താണെന്ന്. പിന്നെ നീ അത് സ്വപ്നം കണ്ടിരുന്നു? അതൊരിക്കലും നടക്കാൻ പോണില്ല. എല്ലായിടത്തും നടക്കണത് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും അവസാനം. അങ്ങനെ നീയേ എന്നെ എന്റെ അനിയനെ തമ്മിൽ നീ കാണണ്ട കേട്ടാ. അവനെ ഞാൻ വെച്ചാൽ അവന്റെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്താണ്. പണ്ടത്തെ ദീപൊന്നല്ല ഇപ്പുള്ളത്. അവൻ കല്യാണം കഴിച്ചോടെ ആകെ മാറിപ്പോയി. നീയാണ് മാറിയത്, അവനൊരു മാറ്റവും ഇല്ല. നീ പോയേ ഒന്നില്ലെങ്കിൽ നിന്റെ വള പിടിക്ക്, അല്ലെങ്കിൽ നീ വർത്താനം പറഞ്ഞിട്ട് കയറിപ്പോ. ആ വള പിടിച്ചോ, ഇല്ലെങ്കിലേ ഇനി ആ പൈസക്ക് വേണ്ടി വല്ലേരുടെ അടുത്തും കടം മേടിക്കേണ്ടി വരും. അതാകുമ്പോ പിന്നെ പലിശ കൊടുക്കണ്ടല്ലോ. അതുകൊണ്ട് വിൽക്കേ എന്താന്ന് വെച്ചാ ചെയ്തോ. ചേച്ചി ആ എന്താണ് അച്ചു? നിങ്ങൾ എന്റെ വാഷിംഗ് മെഷീൻ കേടാക്കിയല്ലേ? അതിന് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി അലക്കിയിട്ടില്ലല്ലോ. അലക്കിയില്ലെന്നാ? അപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ കണ്ടല്ല നിങ്ങളെ വാഷിംഗ് മെഷീനിൽ അവിടെ നിൽക്കണത്. വാഷിംഗ് മെഷീന്റെ അവിടെ നിന്നെന്ന് പറഞ്ഞിട്ടും ഞാൻ ആ വാഷിംഗ് മെഷീൻ തൊട്ടിട്ടില്ല, അതിൽ തുണി അലക്കിയിട്ടില്ല. ഞാൻ കല്ലിലിട്ടാണ് തുണി അലക്കാറ്. പിന്നെ ഞാൻ എങ്ങനെയാണ് വാഷിംഗ് മെഷീൻ കേടാക്കണത്? ഇതൊന്നല്ല, അന്ന് പറഞ്ഞല്ല വെള്ളത്തിന്റെ കാശ് നിങ്ങളാണൊക്കെ കൊടുക്കണേന്നൊക്കെ പറഞ്ഞല്ല. ഇത് ഞാൻ വെള്ളം കൂടുതൽ ഉപയോഗിക്കണോണ്ട് നിങ്ങൾ അത് എന്തോ ചെയ്തതാണ്. എനിക്ക് മനസ്സിലാവണ്ടേ? എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ വാഷിംഗ് മെഷീൻ നശിപ്പിക്കാൻ എനിക്ക് എന്ത് കിട്ടാനാണ്? എന്നിട്ട് ദേ അച്ചു എന്തേലും ചെയ്തപ്പോ വല്ലതും പറ്റിയതായിരിക്കും. എന്നിട്ട് അത് എന്റെ തലയെ കൊണ്ടൊന്ന് വെക്കണാണ്. പിന്നെ ഞാൻ ചെയ്തപ്പോ വല്ലതും പറ്റിയത്? ദേ ഞാൻ കല്ലി പോയി അലക്കാൻ വേണ്ടി നിങ്ങൾ അത് എന്തോ ചെയ്തിട്ടുണ്ട്. അല്ല, അപ്പൊ ഈ ഇന്നലേക്ക് ഇരുന്ന് വാഷിംഗ് മെഷീനിലിട്ട് അലക്കണ്ടായിരുന്നല്ല. അപ്പൊ ആ വാഷിംഗ് മെഷീന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ അലക്കി കഴിഞ്ഞപ്പോ നിങ്ങൾ അവിടെ എന്തോ ചെയ്ത്. ഇതിപ്പോ ഒന്നും വർക്ക് ചെയ്യണില്ല. മിനിയാന്നാളെല്ലാം എന്നെ വാഷിംഗ് മെഷീന്റെ അടുത്ത് കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ എങ്ങനെ അലക്കിയപ്പ? ഇന്നലെ ഞാൻ അലക്കി വന്നു കഴിഞ്ഞപ്പോ നിങ്ങള് അവിടെ എന്തോ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഇതൊന്നും കേടാവുന്ന വഴിയൊന്നുമില്ല.
ഞാൻ അതിലൊന്നും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വല്ല പഴയതും വല്ലതായിരിക്കും തന്നു. അതെ, എന്റെ വീട്ടിലൊന്നും പറയണ്ട, പുതിയ സാധനമാണ് ഇവിടെ മേടിച്ചോണ്ട് വന്നേക്കണത്. ഞാൻ അതിലും തൊട്ടിട്ടില്ല, ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല. ദേ മര്യാദക്ക് നിങ്ങളെ പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചോന്നോളണം. എന്താണ് നടക്കുന്നത്? ചേട്ടാ, എന്റെ വീട്ടിൽ നിന്ന് മേടിച്ച പുതിയ വാഷിംഗ് മെഷീൻ ഇല്ലേ, ഇവര് നശിപ്പിച്ചളഞ്ഞി. ആ, ഞാൻ അലക്കാൻ ചെന്നപ്പോഴേ അത് വർക്ക് ചെയ്യണില്ലെന്ന്. ഇവരെന്തോ ചെയ്ത്, നമ്മള് വെള്ളം കൂടുതൽ ഉപയോഗിക്കണ്ടെന്നല്ലേ ഇവര് പറയണത്. അത് തന്നെ മനഃപൂർവ്വം ചെയ്തതാണ്. ചേട്ടനോട് ഞാൻ അന്ന് പറഞ്ഞല്ലേ ഇവരെ എന്നോട് പോരെടുക്കണെന്ന്, അപ്പൊ ഒന്നും വിശ്വാസമായില്ല. ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ അമ്മായിയമ്മയില്ലല്ല, അതാണ് അമ്മായിയമ്മ സ്വയമായിട്ട് എടുത്ത് നേരിട്ട് എന്നോട് പോരെടുക്കണേന്ന് അവര്. അവരെന്നോട് അമ്മായിയമ്മ പോരെടുക്കണ്. ഇവള് കൊറേ നാളായി എന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ അമ്മായിമ്മ പോലും കാര്യമൊക്കെ പറയണത്. അതൊന്നും ഇവിടെ നടക്കൂല, കേട്ടില്ല? വേഗം അവളുടെ വാഷിംഗ് മെഷീൻ അങ്ങനെ നന്നാക്കി കൊടുത്താൽ മതി, വേറെ വർത്താനൊന്നും പറയാനില്ല. എടാ ദീപു, ഞാൻ വാഷിംഗ് മെഷീനിലൊന്നും ചെയ്തിട്ടില്ലടാ. ഇനി നിങ്ങൾ കൂടെ സംസാരിക്കാനും നിൽക്കണ്ട. ഒന്നുകിൽ ആ വാഷിംഗ് മെഷീൻ നന്നാക്കി കൊടുക്കുക, അതല്ലെങ്കിൽ അവർക്ക് വേറെ പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. നീ ആരോടാണ് കൈ കൊണ്ട് സംസാരിക്കണത്? ഇതിന്റെ ആരാണ്? ഇത് ചേട്ടത്തിയാണ്. ചേട്ടത്തിനോടാണ് കൈ കൊണ്ട് സംസാരിക്കണത്. അതെ, ഞാൻ വെറുതെ ഒന്നുമല്ല കൈ കൊണ്ട് സംസാരിച്ചത്. നിങ്ങളുടെ ഭാര്യയില്ലേ, എന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാഷിംഗ് മെഷീനെ മനഃപൂർവ്വം കേടാക്കി. ഒന്നില്ലെങ്കിൽ അത് നന്നാക്കി കൊടുത്തു, അതല്ലെങ്കിൽ പുതിയത് മേടിച്ചു കൊടുത്തു, കേട്ടാ? എടാ, നിനക്ക് തോന്നണണ്ടാ നിന്റെ ചേട്ടത്തി ഇത് മനഃപൂർവ്വം അങ്ങനെ കംപ്ലൈന്റ് ആക്കുമെന്ന്? ഇതാരാണ് നിന്റെ? നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? അതൊരു മെഷീനല്ലേ, അത് കംപ്ലൈന്റ് ആക്കി നമുക്ക് ശരിയാക്കിയാ പോരെ. നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതിനാണ്. അത് മാത്രമല്ല, നീ എന്താണ് പറഞ്ഞത്? നിന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇവിടെ ഇത്ര നാൾ അങ്ങനെ ഇരുന്ന എന്റെ നിന്റെ എന്നുള്ള വേർതിരിവൊക്കെ ആയാ നിനക്ക്? അങ്ങനെ നീ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്യണ ആരാണ്? എല്ലാ ചെലവും എല്ലാ കാര്യങ്ങളും നോക്കണാണ് ഞാനല്ലേ. ഞാൻ ഇതുവരെ എന്റെ കണക്കാ അല്ലെങ്കിൽ എന്റെ നിന്റെ എന്നുള്ള വേർതിരിവ് കാണിച്ചിട്ടുണ്ട് അതിന്റെ അടുത്ത്. നീ എന്താണ് ഇങ്ങനെ സംസാരിക്കണത്? അതെ, ചേട്ടൻ ഇവിടെ പൈസ ചെലവാക്കേണ്ട കണക്കൊന്നും അധികം പറയാൻ നിൽക്കണ്ട. കാരണം അച്ഛൻ ഈ വീട് ഇളയ മോൻ, അതായത് എന്റെ പേരിലാണ് എഴുതി വെച്ചാണ്. പിന്നെ ഇവിടെ താമസിച്ചതിന്റെ ഒരു വാടകയായിട്ട് ചേട്ടൻ ചെലവാക്കിയ പണം അങ്ങോട്ട് കൂട്ടിയാ മതി, കേട്ടല്ല? ഒരു കാര്യം കൂടി ഞാനങ്ങോട്ട് പറഞ്ഞേക്കാം. മര്യാദക്കാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇവിടെ നിൽക്കാം. അതല്ല അച്ഛനും അമ്മയും കളിക്കാനാണ് ഭാവമെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ നിങ്ങൾ ഇറങ്ങിക്കോ. കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ല? ബാഡി എന്താ അനിയന്റെ വാക്കിട്ട് ഞെട്ടിപ്പോയാ? സ്വന്തം മോനെ പോലെ കണ്ടതല്ലേ. ഞാൻ ചേട്ടനോട് എപ്പോഴും പറയൂലായിരുന്ന നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണമെന്ന്, നമുക്ക് ആ വീട്ടിലേക്ക് മാറാന്ന്. അപ്പൊ അനിയനെ സ്വന്തം മോനെ പോലെ കണ്ട് അവന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത്. ഇപ്പൊ അവസാനം എന്തായി? അവൻ തന്നെ നമ്മളോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞില്ലേ. ഇനി നമ്മൾ എവിടെ പോകും? പോകാനായിട്ട് നമുക്ക് വല്ല ഇടവും ഉണ്ടാ? ഇത്രയും നാളും സ്വന്തം അനിയന് വേണ്ടി ജീവിച്ച്, ആ അനിയനാണെങ്കിലാ ചേട്ടൻ ഒരു കറിവേപ്പില പോലെ എടുത്തെറിഞ്ഞ്. അന്നേ ഞാൻ എപ്പോഴും പറയൂലായിരുന്ന നമുക്കായിട്ട് എന്തെങ്കിലും കരുതി വെക്കണമെന്ന്. ഇത് ഒന്നും കരുതി വെച്ചില്ല. അല്ലേട്ടാ, ഞാനിനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇനിയും ഇവിടെ തന്നെ നിൽക്കാനാണ് ചേട്ടന്റെ ഉദ്ദേശം? പക്ഷെ ഞാനില്ലട്ടാ ഇവിടെ നിൽക്കാനായിട്ട്. ഇതേപോലെ നാണങ്ങിട്ട് ജീവിക്കണേക്കാളും ഭേദം ഒരു വാടക വീടെങ്കിൽ വാടക വീട്, നമുക്ക് അവിടെ പോയി സന്തോഷത്തോടെ ജീവിക്കാം. ഇപ്പേ കാലമൊക്കെ മാറിയേട്ടാ. ഇപ്പൊ രക്തബന്ധത്തിനേക്കാളും വിലേ പണത്തിനാണ്. ചേട്ടൻ ഞാൻ അതോർത്ത് വിഷമിക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇതുപോലെ സ്വന്തം കുടുംബത്തിനും കൂടപ്പിറപ്പിനും വേണ്ടി ജീവിച്ച് അവസാനം സ്വന്തം ജീവിതം തന്നെ കൈവിട്ടുപോയി വീട്ടിലെ ഒരു കറിവേപ്പിലയായി മാറിയ ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും ഇന്നും നമുക്ക് ചുറ്റിലുമുണ്ട്. ഇങ്ങനെയുള്ളവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനിടയിൽ നമുക്കായി എന്തെങ്കിലും കരുതി വെക്കാൻ നമ്മൾ മറന്നു പോകരുത്. ഇല്ലെങ്കിൽ നമ്മൾ പ്രാണനെപ്പോലെ കൊണ്ടു നടന്നവരാരാണോ അവർ തന്നെ നമ്മളെ തള്ളിപ്പറയുന്നൊരു ദിവസം വരും. ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ്. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ.